നെക്സ്റ്റ് ഏർലിയസ്റ്റ് ഡെഡ് ലൈൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ EDF എന്ന് പറയും. EDF or least time to go is a dynamic priority scheduling algorithm used in real-time operating system to place process in a priority queue. നമ്മൾ ലീസ്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് ഈ പറയുന്ന ഏർലിയസ്റ്റ് ഡെഡ് ലൈൻ ഫസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ whenever a scheduling event occurs, the queue will be searched for the process closest to the deadline. എപ്പോഴും നമ്മൾ ഷെഡ്യൂളിംഗ് ഒക്കർ ചെയ്യാൻ നേരത്ത് ഷെഡ്യൂളിംഗ് സെർച്ച് ചെയ്യുന്നത് ക്യൂവിലെ ഏറ്റവും ഡെഡ് ലൈനിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സിനെയാണ്. ആ പ്രോസസ്സായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദിസ് പ്രോസസ് ഈസ് ദ നെക്സ്റ്റ് ടു ഷെഡ്യൂൾ ഫോർ എക്സിക്യൂഷൻ. ദ ടാസ്ക് whose deadline is closest gets the highest priority. ക്ലോസസ്റ്റ് ആയിട്ട് ഡെഡ് ലൈൻ ഉള്ള പ്രോസസ്സുകൾക്കായിരിക്കും ഹയർ പ്രയോറിറ്റി. ഇറ്റ് മേക്സ് ദ CPU utilization to about 100% while still guaranteeing the deadline of all the task. നമുക്ക് 100% ഒരു ഉറപ്പ് പറയാം ഡെഡ് ലൈൻ തീരുന്നതിന് മുമ്പേ ആ ഒരു പ്രോസസ്സ് CPU യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളതിന്. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഒരു നമ്പർ ഓഫ് ടാസ്ക് ഉണ്ട്. T1, T2, T3 വെച്ചിട്ടുള്ളതാണ്. അതിൽ കപ്പാസിറ്റി, ഡെഡ് ലൈൻ, പീരീഡ്സ് പറയും. കപ്പാസിറ്റി മീൻസ് അത് ചെയ്യാനുള്ള എത്ര യൂണിറ്റുകളാണ് എടുക്കുന്നതെന്നുള്ളതാണ് കപ്പാസിറ്റി. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എത്രാമത്തെ യൂണിറ്റിലാണ് അത് തീർക്കാനുള്ളതെന്നുള്ളതാണ് ഡെഡ് ലൈന്. പീരീഡ് മീൻസ് ഒരു ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പീരീഡാണ് ഈ പറയുന്ന ടാസ്ക്. 1ന് 20, 2ന് 10, 3ക്ക് 5 എന്നുള്ളത്. അപ്പോൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. EDF ഷെഡ്യൂളിംഗ് അൽഗോരിതം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് whenever a scheduling event occur, queue will be reached for process close to deadline. ഡെഡ്ലൈനിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഡെഡ്ലൈൻ ക്ലോസ്ഡ് പ്രോസസ്സിനെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ക്ലോസസ്റ്റ് ഡെഡ്ലൈനിൽ നിൽക്കുന്ന പ്രോസസ്സിനായിരിക്കും. ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് ടാസ്ക്, കപ്പാസിറ്റി, ഡെഡ് ലൈൻ, പീരീഡ്. അതിൽ ടാസ്ക് എന്ന് പറയുന്നത് T1, T2 ആൻഡ് T3 3 ടാസ്കുകൾ. കപ്പാസിറ്റി എന്ന് പറയുന്നത് T1 കപ്പാസിറ്റി 3, T2 2, T3 2, T1ൻ്റെ ഡെഡ് ലൈൻ 7, ദെൻ പീരീഡ് എന്ന് പറയുന്നത് 20, T2ൻ്റെ ഡെഡ് ലൈൻ 4, പീരീഡ് എന്ന് പറയുന്നത് 5, T3യുടെ കപ്പാസിറ്റി 2, ഡെഡ് ലൈൻ 8, ദെൻ പീരീഡ് എന്ന് പറയുന്നത് 10. ഇവിടെ നമുക്ക് ആദ്യം ഒരു ഗാൻ ചാർട്ട് വരയ്ക്കണം. ചാർട്ട് വരച്ചതിന് ശേഷമാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ചാർട്ട് വരയ്ക്കാം. ചാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എത്ര വരെയാണ് നമുക്ക് പീരീഡ് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ പീരീഡ് എന്ന് പറയുന്നത് 20, 5 ആൻഡ് 10 ഉണ്ട്. ഇതിൻ്റെ LCM എടുക്കണം. കിട്ടുന്നത് 20 തന്നെയാണ്. അപ്പോൾ 20 വരെയാണ് നമുക്ക് മാക്സിമം ഒരു ലൈൻ വരയ്ക്കാനുള്ളത്. അപ്പോൾ ലൈൻ വരയ്ക്കാനായിട്ട് ജസ്റ്റ് വരച്ചു. നമ്മൾ 20 മാർക്ക് ചെയ്യുക. 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15, 16, 17, 18,
19 and 20. Okay. 50. നെക്സ്റ്റ് 3 പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ലൈനും കൂടെ വരയ്ക്കുക. ജസ്റ്റ് T1, T2, T3. ഇനി നമുക്കറിയാം നേരത്തെ എത്രയൊക്കെയാണ് ഓരോന്നിൻ്റെ ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഡെഡ് ലൈൻ വരയ്ക്കാം. ഡെഡ് ലൈൻ T1ൻ്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് എത്രയാണ്? T1ൻ്റെ ഡെഡ് ലൈൻ 7-ലാണ്. T1ൻ്റെ ഡെഡ് ലൈൻ നമുക്ക് 7-ൽ വരയ്ക്കാം. ഓക്കെ, ഇവിടെയാണ് T1ൻ്റെ ഡെഡ് ലൈൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് T2ൻ്റെ ഡെഡ് ലൈൻ 4-ലാണ്. T2ൻ്റെ ഡെഡ് ലൈൻ 4-ലാണ്. നെക്സ്റ്റ് T3 ആണ്. T3യുടെ ഡെഡ് ലൈൻ 8-ലാണ്. T3യുടെ ഡെഡ് ലൈൻ 8-ലാണ്. അപ്പം നമുക്ക് പ്രയോറിറ്റി കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസസ്റ്റ് ഡെഡ് ലൈനിൽ വരുന്ന പ്രോസസ്സാണ് പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത്? T2 ആണ്. അപ്പോൾ T2 ആയിരിക്കും ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ T2ൻ്റെ കപ്പാസിറ്റി എത്രയാണ്? T2ൻ്റെ കപ്പാസിറ്റി 2 ആണ്. അപ്പം T2ൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് 2 യൂണിറ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. T2 1 and 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് അവിടെ എഴുതാം. ജസ്റ്റ് ഇവിടെ ഒരു ഇതിലെഴുതാം. ഫസ്റ്റ് ചെയ്തത് T2 ആണ്. 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഡെഡ് ലൈൻ 7 ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഡെഡ് ലൈനിനോട് അടുത്ത് നിൽക്കുന്ന ആരാണ്? രണ്ടാമത്തത് T1 ആണ്. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 7 ആണ്. അതിൻ്റെ കപ്പാസിറ്റി T1ൻ്റെ കപ്പാസിറ്റി 3 ആണ്. അപ്പം നമുക്കിവിടെ വരെ ഒരു പ്രോസസ്സ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ആണ് T1 ചെയ്യുന്നത്. അപ്പോൾ T1 ചെയ്യാണ്. T1 ചെയ്തു 6 വരെ. ഓക്കെ, കപ്പാസിറ്റി 3, ഡെഡ് ലൈൻ 7. നെക്സ്റ്റ് 8 ആണ് ഡെഡ് ലൈൻ വരുന്നത്. T3 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ T3യുടെ കപ്പാസിറ്റി നോക്കണം. T3യുടെ കപ്പാസിറ്റി 2 ആണ്. അപ്പോൾ 2 യൂണിറ്റ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ നോക്കാം. 8 അല്ലേ, അപ്പം 2 യൂണിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 3 ഭാഗം. അപ്പം ഫസ്റ്റ് 3 വരെ ചെയ്ത് കംപ്ലീറ്റ് ആയി. ഷെഡ്യൂളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഇത് വരയ്ക്കുന്ന സമയത്ത് ഒന്നും കൂടെ എളുപ്പമാകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം അതിൽ ഒന്ന് ഇവിടെ സൈഡിലോട്ട് എഴുതാം. T1 എന്ന് പറയുന്നത് കപ്പാസിറ്റി 3-ഉം ഡെഡ് ലൈൻ 7-ഉം ആണ്. അതുപോലെ T2-വിന് കപ്പാസിറ്റി 2-ഉം ഡെഡ് ലൈൻ 4-ഉം ആണ്. T3-ക്ക് കപ്പാസിറ്റി 2-ഉം ഡെഡ് ലൈൻ 8-ഉം ആണ്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ടൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം ഡെഡ് ലൈന്, അതുപോലെ ഇന്റർവെല്, ദെൻ യൂണിറ്റ്. തീരുന്നതിനനുസരിച്ച് നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മതി. ആദ്യം നമുക്കറിയാം ഡെഡ് ലൈൻ ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 2 ആയതുകൊണ്ട് 2 ആണ് ആദ്യം ചെയ്യുന്നത്. ടാസ്ക് 2 ചെയ്യുന്ന ഡെഡ് ലൈൻ 4 ആണ്. ഇന്റർവെൽ എന്ന് പറയുന്നത് 0 to 5 ആണ്. 0 to 5 ആണ് നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ ചെയ്യുന്ന. ഇന്റർവെൽ മീൻസ് ഇവിടെ 0 to 5. ആദ്യം 0-ൽ നിന്ന് തുടങ്ങി 5 യൂണിറ്റ് വരെയാണ് ആ പീരീഡിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 to 5 യൂണിറ്റ് 2 ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് T1 ആണ്. അടുത്ത ഡെഡ് ലൈനോട് അടുത്തിരിക്കുന്നത് 7. ഓക്കെ, അത് ഡെഡ് ലൈൻ 7 ആണ്. ഡെഡ് ലൈൻ നോക്കിയിട്ടാണ് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രയോറിറ്റി കൂടുതൽ ഡെഡ് ലൈനിനോട് അടുത്ത് നിൽക്കുന്ന പ്രോസസ്സേഴ്ക്കാണെന്ന് പറഞ്ഞു. അപ്പം 7 ആണ് നെക്സ്റ്റ്. യൂണിറ്റ് എന്ന് പറയുന്നത് T1ന്റെ യൂണിറ്റ് 3 ആണ്. 0 to 20 വരെ തന്നെയാണ് പീരീഡ് വരുന്നത് T2-വിന് അല്ലേ. T2-ന്റെ പീരീഡ് വരുന്നത്, T1ന്റെ പീരീഡ് വരുന്നത് 20 ആണ്. അപ്പോൾ 0 to 20. ഓക്കെ, അതും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ്
3 ആണ്, ഡെഡ് ലൈൻ 8 ആണ്, പീരീഡ് വരുന്നത് 0 to 10 ആണ്, ദെൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ അതും ചെയ്തു, അതും നമ്മുടെ ചാർട്ടിൽ ചെയ്തിട്ടുണ്ട്. 3 പ്രോസസ്സുകളും ചെയ്യാനുള്ള മാക്സിമം ഒരൊറ്റ സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തത് ആര് ചെയ്യണമെന്നുള്ളത് വീണ്ടും നോക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഡെഡ് ലൈൻ വരയ്ക്കണം. ഡെഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് വീണ്ടും എന്താണ്, T1ന്റെ ഡെഡ് ലൈൻ വീണ്ടും നമ്മൾ വരയ്ക്കുകയാണ്. നമുക്ക് ഡെഡ് ലൈൻ അറിയാം 7 ആയിരുന്നു, ദെൻ T2വിൻ്റെതാണെങ്കിൽ 4 ആയിരുന്നു, T3യുടേതാണെങ്കിൽ 8 ആയിരുന്നു. അപ്പോൾ ഒരു പീരീഡ് കഴിഞ്ഞു. നമുക്ക് T1ന്റെ ടൈം എത്രയാണ് പീരീഡ് എന്നറിയാം. T1ന് എത്രയാണ് പീരീഡ്, 20 ആണ് പീരീഡ്. T2വിൻ്റെതാണെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് 5 ആണ്, T3യുടേതാണ് പീരീഡ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ആദ്യത്തെ 1 to 20 വരെയാണ് യൂണിറ്റ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 1 to 20 വരെ ഉള്ളതിൽ ഒരു പ്രാവശ്യം മാത്രമേ T1 എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പീരീഡ് എന്ന് പറയുന്നത് 5 ആണ്. ഓരോ 5 യൂണിറ്റ് കഴിയുമ്പോഴും 5 പീരീഡ് കഴിയുമ്പോഴും T2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 5 യൂണിറ്റ് വരെ കഴിഞ്ഞു. ഓക്കെ, 5 യൂണിറ്റ് വരെ കഴിഞ്ഞു. നെക്സ്റ്റ് 5ൽ നിന്നും 10 ആവും, 10. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ഡെഡ് ലൈൻ എത്രയാണ്, ഇവിടെ നിന്ന് 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ് ഡെഡ് ലൈൻ വരുന്നത്. 4 യൂണിറ്റ് കഴിയുമ്പോഴാണ് ഡെഡ് ലൈൻ വരുന്നത്. അപ്പം ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഡെഡ് ലൈൻ എങ്ങനെയാണ്, 1 2 3 4. നെക്സ്റ്റ് ഡെഡ് ലൈന് T2വിൻ്റെ വരുന്നത് 9ലാണ്. വീണ്ടും അപ്പം 5 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ 20 യൂണിറ്റിനിടയിൽ T2 4 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് 10ൽ നിന്നും 15 വരെയാണ് നെക്സ്റ്റ് പീരീഡ് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ 4 യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. 1 2 3 4. അപ്പോൾ 14ലാണ് നെക്സ്റ്റ് ഡെഡ് ലൈൻ വരുന്നത്, 14. നെക്സ്റ്റ് എന്ന് പറയുന്നത് 15 സ്റ്റാർട്ട് ചെയ്ത് 15 നിന്ന് 20 വരെ. അപ്പം 1 2 3 4 5. അതിൽ 4 ആണ് നെക്സ്റ്റ് 19 ആവുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഡെഡ് ലൈൻ. അങ്ങനെ 4 ഡെഡ് ലൈനിനിടയിൽ 2 യൂണിറ്റ് വെച്ച് കഴിയണം എന്നുള്ളതാണ്. നമുക്ക് ഡെഡ് ലൈനും അതുപോലെ പീരീഡ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി T3യുടെ ആണെങ്കിൽ 10 ആണ് പീരീഡ് പറയുന്നത്. അപ്പം 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് ഈ പീരീഡിൽ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഡെഡ് ലൈൻ വരും. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 8th പോയിന്റിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് 8th പോയിന്റ് എന്ന് പറയുന്നത് 18 ആണ്. മീൻസ് 1 2 10th പോയിന്റിൽ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 മീൻസ് 8 മീൻസ് 18ൽ വീണ്ടും അവിടെ ഡെഡ് ലൈൻ വരെയാണ് ഡെഡ് ലൈൻ. ഇതൊക്കെ ഡെഡ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആദ്യത്തെ ഡെഡ് ലൈൻ വെച്ചിട്ടുള്ള 3 കാര്യങ്ങളും എക്സിക്യൂട്ടായി. ഇനി നെക്സ്റ്റ് ഡെഡ് ലൈനോട് അടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് നെക്സ്റ്റ് നോക്കണം. അപ്പം വീണ്ടും ആദ്യം എക്സിക്യൂട്ട് ചെയ്തത് T2 ആയിരുന്നു, നെക്സ്റ്റ് T1 ആയിരുന്നു, മൂന്നാമത്തത് T3 ആണ് എക്സിക്യൂട്ട് ചെയ്തത്. T3 എന്ന് പറയുന്നത് 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തു. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 8 ആയിരുന്നു. ഇനി വീണ്ടും എക്സിക്യൂട്ട് ഡെഡ് ലൈനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഇതാ റീസ്റ്റാർട്ട് ചെയ്തിട്ട് 9 ആണ് ഡെഡ് ലൈൻ അടുത്ത് നിൽക്കുന്നത്. ഇത് ഡെഡ് ലൈൻ കഴിഞ്ഞു, ഇത് ഡെഡ് ലൈൻ കഴിഞ്ഞു, ഇത് ഡെഡ് ലൈൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്നത് T2വിൻ്റെതാണ്. അപ്പോൾ T2വിൽ 9ൻ്റെതാണ് കഴിയുന്നത്. T2വിൻ്റെ 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ റീസ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷമുള്ളതാണ്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഇവിടെ തൊട്ടാണ്. കാര്യം ഇവിടെയാണ് വീണ്ടും പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1 യൂണിറ്റ് 2 യൂണിറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയാണ്. T5 to T6, T6 to T7 വരെ 2 യൂണിറ്റ്. അപ്പം ശരിക്കും T2വിൻ്റെ സെക്കൻഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് ഡെഡ് ലൈനോട് ചേർന്ന് നിൽക്കുന്ന പ്രോസസ്സായിട്ടുള്ള T2 ആണ് ആദ്യം ചെയ്തത്. മീൻസ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 4 ആയിരുന്നു T2വിന്. ദെൻ നെക്സ്റ്റ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 7 ആണ് വന്നത്. നെക്സ്റ്റ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 8 ആണ് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആദ്യം T2 ചെയ്തു, ദെൻ T1 ചെയ്തു, നെക്സ്റ്റ് T3 ചെയ്തു. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെ യൂണിറ്റ് എന്ന് പറയുന്നത് T1 പറയുന്നത് 20 യൂണിറ്റ്സ്, T2 5 യൂണിറ്റ്സ്, T3 എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ്. ഈ പറയുന്നത് ഓരോ
20 യൂണിറ്റ് കഴിയുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുക T1, ഓരോ 5 യൂണിറ്റ് കഴിയുമ്പോഴും T2 റീസ്റ്റാർട്ട് ചെയ്യുക, ഓരോ 10 യൂണിറ്റ് കഴിയുമ്പോഴും T3 റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നിൻ്റെയും റീസ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. T1 കംപ്ലീറ്റ് ശരിക്കും 20 വരെയാണ് T1 ചെയ്യുന്നത്. ഇനി T1 ശരിക്കും എന്താണ്, ഒരൊറ്റ പ്രാവശ്യം മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ള അർത്ഥം. കാര്യം 20 യൂണിറ്റിനിടയ്ക്ക് T1 എന്ന് പറയുന്നത് 3 യൂണിറ്റ് 7th ഡെഡ് ലോക്കിന് മുൻപായിട്ട് 3 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് T2 ആണ്. T2 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 യൂണിറ്റ്സ് വെച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യും. 5 യൂണിറ്റ്സ് ഇവിടെ നിന്ന് 5 യൂണിറ്റ്സ് ഇവിടെ ആയപ്പോൾ ഒരു റീസ്റ്റാർട്ട്, ഇനി 5 6 7 8 9 10 ആയപ്പോൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട്, ദെൻ വീണ്ടും 15 ആയപ്പം വീണ്ടും ഒരു റീസ്റ്റാർട്ട്, ദെൻ 20 ആയപ്പോൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട്. അങ്ങനെ ശരിക്കും T2 എന്ന് പറയുന്നത് 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഓരോ 4 പ്രാവശ്യവും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 2 യൂണിറ്റ് വെച്ചിട്ടാണ് T2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. T2 എന്ന് പറയുന്നത് ഡെഡ് ലൈൻ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ആദ്യം എക്സിക്യൂട്ട് ചെയ്തത് T2 തന്നെയായിരുന്നു. 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് 4ാമത്തെ യൂണിറ്റ് ആയപ്പോൾ ഡെഡ് ലോക്ക് വന്നു. അപ്പോൾ അവിടെ അത് നിന്നു. ദെൻ 5ാമത്തെ യൂണിറ്റിൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് T3യുടെ എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം. T3 എന്ന് പറയുന്നത് 10 യൂണിറ്റ്സ് ആണ്. ശരിക്കും ആദ്യത്തെ 10ൽ ഒരു പ്രാവശ്യവും രണ്ടാമത്തെ 10ൽ രണ്ടാമത്തെ പ്രാവശ്യവും എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ T3 ശരിക്കും 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 2 യൂണിറ്റ് വെച്ചിട്ട്. നെക്സ്റ്റ് ഏറ്റവും ഡെഡ് ലോക്ക് നമ്മൾ ചെയ്തത് ആദ്യം 4 ചെയ്തു, നെക്സ്റ്റ് 7 ചെയ്തു, 8 ചെയ്തു. നെക്സ്റ്റ് ഡെഡ് ലോക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ പറയുന്ന T2 തന്നെയാണ്. ഡെഡ് ലോക്കിനോട് അടുത്ത് നിൽക്കുന്ന 5ൽ അത് റീസ്റ്റാർട്ട് ചെയ്തു. 5ൽ അത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അതിൽ ആദ്യത്തെ 5 to 6 6 to 7 അത് T3 എക്സിക്യൂട്ട് ചെയ്ത സ്പേസാണ്. അവിടെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ 7 to 8 8 to 9 ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസാണ്. അപ്പോൾ നെക്സ്റ്റ് T2 അവിടെ എക്സിക്യൂട്ട് ചെയ്തു. ശരിക്കും T2ൻ്റെ ഒരു സൈക്കിൾ ഇവിടെ കഴിഞ്ഞു. 4 പ്രാവശ്യം ഉള്ളതിൽ ഇനി ശരിക്കും 2 പ്രാവശ്യം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡെഡ് ലോക്ക് 9 വരുന്നതും 9th പൊസിഷനിൽ വരുന്ന ഡെഡ് ലോക്കുള്ള T2വും എക്സിക്യൂട്ട് ചെയ്തു. ഇനി അടുത്ത ഡെഡ് ലോക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണെന്ന് നോക്കാം. ശരിക്കും T2വിൻ്റെ തന്നെയാണ് വീണ്ടും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. 2 യൂണിറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ശരിക്കും T2 റീസ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും 10ലാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 10ൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും T2 എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ഇവിടെ പ്രത്യേകിച്ച് വേറെ പ്രോസസ്സുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും 10 to 11 11 to 12 2 യൂണിറ്റ് T2 എക്സിക്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡെഡ് ലോക്ക് ഏതാണെന്ന് നോക്കണം. അപ്പം വീണ്ടും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഡെഡ് ലോക്ക് ഉള്ളത് 18 ആണ്, T3യുടേതാണ്. അപ്പം 10ാമത്തെ യൂണിറ്റ് കഴിയപ്പോഴാണ് T3 റീസ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പം ആദ്യത്തെ 10 യൂണിറ്റ് കഴിയപ്പം 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ 10ൽ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ രണ്ടാമത്തെ 10 യൂണിറ്റിൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 തൊട്ടാണ്. അപ്പോൾ ഇവിടെ തൊട്ട് T3 റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്യപ്പോഴത്തേക്കും ഇവിടെ ഓൾറെഡി T2 എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. 10 to 11 11 to 12 T2 നേരത്തെ ഈ പറയുന്ന ഇതിന് പ്രീവിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത സ്പേസ് ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം. 12 to 13 13 to 14 12 to 13 13 to 14 T3 എക്സിക്യൂട്ട് ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു, ഇതും എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു. T1 എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു, T3യും എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു. ഇനി ലാസ്റ്റ് ഡെഡ് ലോക്ക് വരുന്നത് വീണ്ടും അഗൈൻ T2വിന് തന്നെയാണ്. അപ്പം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് 15ലാണ് T2 റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വീണ്ടും 15 to 16 ഒരു യൂണിറ്റ്, 16 to 17 രണ്ടാമത്തെ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് T2വും ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ EDF അൽഗോരിതം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ നോട്ട് വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടിൽ അങ്ങനെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡെഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് T2 4 യൂണിറ്റ് കഴിയപ്പോഴത്തേക്ക് ഡെഡ് ലോക്ക് വരും. 2 യൂണിറ്റാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്, അച്ചീവ് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.